ജില്ലയിലെ സുക്മയിൽ സുരക്ഷാ സേന ഒരു മാവോയിസ്റ്റിനെ വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആയുധങ്ങളും പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ, ഇന്ന് രാവിലെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഛത്തീസ്ഗഡിലെ സുഗ്മ ജില്ലയിലെ ബേൽപോച്ച ഗ്രാമത്തിൽ വെച്ച് ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാ സേന വധിച്ചത്. ഈ ഛത്തീസ്ഗഡ് പോലീസും കോബ്ര കമാൻഡോകളും ഉൾപ്പെടുന്ന സുരക്ഷാ സേന സംഘം ഈ മേഖലയിൽ പരിശോധന നടത്തുന്നതിനിടെ മാവോയിസ്റ്റുകൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഒരു മാവോയിസ്റ്റിനെ വധിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ പേർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മേഖലയിൽ ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയതായി ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസങ്ങൾക്കിടെ ഛത്തീസ്ഗഡിലും അതിർത്തി മേഖലകളിലുമായി നടന്ന വിവിധ ഏറ്റുമുട്ടലിലായി 100ഓളം മാവോയിസ്റ്റുകളെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും ഈ മേഖലയിലെല്ലാം തന്നെ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുക പതിവാണ്. അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുക പതിവാണ്. ഇതിന്റെ ഭാഗമായി തന്നെ ചുറ്റുമുള്ള 4 സംസ്ഥാനങ്ങളിലും അടക്കം ഇത്തരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് വനമേഖലയും അതിനോട് ചേർന്ന ഗ്രാമീണ മേഖലകളിലും ഈ മാവോയിസ്റ്റുകൾ അഭയം തേടിയതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ സേന തെരച്ചിൽ നടത്തിയത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിലെ വനമേഖലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും മാവോയിസ്റ്റുകൾ മാറുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഈ മേഖലയിലെല്ലാം തന്നെ സേനാ വിന്യാസം, പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ഈ സുരക്ഷാ സേനയുടെ വിന്യാസം ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഏറ്റുമുട്ടലും. മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു ഓപ്പറേഷൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം എന്നുമാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ആൻമരിയ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി.